രാജ്യത്ത് ഭീകരവിരുദ്ധ നയവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പ്രഹാർ എന്ന പേരിലാണ് പുതിയ ഭീകരവിരുദ്ധ നയം. ആധുനിക കാലത്തെ വെല്ലുവിളികൾ നേരിടാൻ സമഗ്രമായ നടപടിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കൊപ്പം സൈബർ രംഗത്തെ അക്രമങ്ങളെയും പ്രതിരോധിക്കും. ഡിജിറ്റൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനും നടപടിയുണ്ടാകും. PR സുനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിൽ, ഈ സമൂഹ മാധ്യമങ്ങളെ ഇന്റർനെറ്റിനെയൊക്കെ വ്യാപകമായി ഭീകരപ്രവർത്തനങ്ങൾക്ക് അടക്കം ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ നയം എന്ന് പറയുന്നത് അതിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് സ്വാഭാവികമായും ആഭ്യന്തര മന്ത്രാലയത്തിനുണ്ടാകും. മറ്റേതൊക്കെ മേഖലകളിലേക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട്? മാധു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനൊപ്പം തന്നെ ആധുനിക കാലത്ത് ഭീകരർ ഉയർത്തുന്ന പുതിയ വെല്ലുവിളികൾ നേരിടുന്നതിനുള്ള സമഗ്ര നയമാണ് രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ നയത്തിനാണ് പ്രഹാർ എന്ന് പേരിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡിജിറ്റൽ സാമ്പത്തിക രംഗത്ത് ഉയർത്തുന്ന ഭീഷണികൾ, സൈബർ രംഗത്ത് ഉയർത്തുന്ന ഭീഷണികൾ, സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നത്, ഈ സ്ലീപ്പർ സെല്ലുകൾക്ക് ലഭിക്കുന്ന സഹായം, ഇത്തരത്തിൽ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന തരത്തിൽ ഭീകരവാദത്തിന്റെ എല്ലാ നീക്കങ്ങളെയും ചെറുക്കുന്ന തരത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിലൊക്കെ തന്നെയുള്ള ഒരു സമഗ്ര നയമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രൂപീകരിച്ചിരിക്കുന്നത്. പൗരന്മാരെ സംരക്ഷിക്കാൻ സംരക്ഷിക്കുന്നതിനായി ഭീകരാക്രമണങ്ങൾ തടയുന്നതിന് ഈ ഒരു നയം കൃത്യമായ മാർഗരേഖ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ ഭീകരാക്രമണങ്ങൾക്കെതിരെ വേഗത്തിൽ പ്രതികരിക്കാനുള്ള നടപടികൾ, സർക്കാരിൻ്റെ എല്ലാ വിഭാഗങ്ങളെയും സംയോജിപ്പിച്ച് ആഭ്യന്തര സുരക്ഷ ശക്തിപ്പെടുത്തുക, ഇതോടൊപ്പം മനുഷ്യാവകാശങ്ങൾക്കും നിയമവാഴ്ചയ്ക്കും മുൻഗണന നൽകുന്നതിനുള്ള നടപടികൾ, അതുപോലെ തീവ്രവൽക്കരണ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ, അതുപോലെ തന്നെ തീവ്രവാദത്തെ ചെറുക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുക, അങ്ങനെ ആഗോളതലത്തിൽ തന്നെ ഭീകരവാദത്തിനെതിരെ യോജിച്ചുള്ള മുന്നേറ്റങ്ങൾ ശക്തിപ്പെടുത്തുക. ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ആദ്യം ഇടപെടേണ്ടത് പോലീസാണ്. അതിനുശേഷം NSG, NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ കൂടി ഈ ഭീകരാക്രമണ നീക്കങ്ങളെയും ഭീകരാക്രമണം ഉണ്ടായാലും ഒക്കെ തന്നെ വേണ്ട അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോകും. ഇത്തരം കേസുകളിൽ വേഗത്തിൽ പ്രോസിക്യൂഷൻ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് കുറ്റവാളികൾക്ക് ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളും ഈ നയത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ PMLA പോലുള്ള നിയമങ്ങൾ, അതുപോലെ തന്നെ UAPA പോലുള്ള ശക്തമായ നിയമങ്ങൾ ഒക്കെ തന്നെ ചുമത്തിയായിരിക്കും ഈ കേസിലെ പ്രോസിക്യൂഷൻ നടപടികൾ പൂർത്തിയാക്കുക എന്നും ഈ നയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ആധുനിക കാലത്ത് ഭീകരവാദത്തെ നേരിടുന്നതിനുള്ള ഒരു സമഗ്ര നയം എന്ന നിലയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ഈ പുതിയ നയം പുറത്തിറക്കിയിരിക്കുന്നത്. ശരി, അതിനോടൊപ്പം തന്നെ ഇന്ത്യ ഭീകരവാദത്തെ ഏതെങ്കിലും ഒരു മതവുമായോ വംശീയതയുമായോ ഒന്നും ബന്ധപ്പെടുത്തിയിട്ടല്ല അതിനെ നേരിടാൻ ഒരുങ്ങുന്നത് എന്നും കാണുന്നത് എന്നും കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഡിജിറ്റൽ രംഗത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകൾ, എൻക്രിപ്ഷൻ ടൂളുകൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആഭ്യന്തര സുരക്ഷയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമങ്ങളെ കൂടി ചെറുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പുതിയ നയം രൂപീകരിക്കുന്നത് എന്നുള്ളതും PR സുനിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.